എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഇത്രയും ലോ കോസ്റ്റിൽ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതായിരിക്കും. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫീഡ്ബാക്ക് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് റിവ്യൂസ്. അപ്പോൾ ഇന്നത്തേത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളൊരു ട്രൂ വയർലെസ് ഇയർബഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഇത്രയും ലോ കോസ്റ്റിൽ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതായിരിക്കും, ഇതിന് ഈ പറയത്തക്ക ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ടോ, ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം ആയിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും, എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതായാലും ഈ സാധനം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സാധനം നമുക്ക് തുറക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് സാധനം. ടെക്ഫയർ എന്നാണ് ഈ കമ്പനിയുടെ പേര്. A6S എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിന്. ബ്ലൂടൂത്ത് 5 ആണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിൽ കോൾ ടൈമും പ്ലേ ടൈമും ഒക്കെ 3 to 4 hours ആണ് കമ്പനി പറയുന്നത്. സ്റ്റാൻഡ് ബൈ ആയിട്ട് വെക്കുകയാണെങ്കിൽ 80 മണിക്കൂർ വരെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 10 മീറ്റർ വരെ ദൂരേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഇയർപോഡ് ചാർജ് ചെയ്യാനായിട്ട് 1 hour അതിൻ്റെ ബോക്സ് ചാർജ് ചെയ്യാനായിട്ട് 2 hours ആണ് അവർ പറയുന്നത്. എന്തായാലും ഈ സാധനം ഒന്ന് പൊട്ടിച്ച് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. കൂട്ടത്തിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. കംപ്ലീറ്റ് ചൈനീസ് ആണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് റെഡ്മി എയർപോഡ് എന്നാണ്. അതായത് റെഡ്മി MIയുടെ അങ്ങനെ തന്നെ എയർപോഡിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ കോപ്പി അടിച്ച് ഇതിനകത്ത് വെച്ചേക്കുകയാണ്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഇച്ചിരി ഉടായിപ്പാണ് സംഭവം എന്നുള്ളത്. എന്തായാലും നമുക്കിവിടെ ഇതിൻ്റെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ചാർജ് ചെയ്യാനായിട്ടുള്ള ബോക്സ് ഇവിടെ ഉണ്ട്. ബോക്സ് ഒന്നും കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇവിടെ 2 ഇയർബഡ്, ഇത്രയും ചെറുതായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ 2 പോയിൻറ്റ്സിനകത്ത് അവർ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 പോയിൻറ്റ്സ് ഉണ്ട്. ഇത് കൂടാതെ കവറിനകത്ത് എക്സ്ട്രാ ഒരു 2 ഇയർ പീസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസാണ്. ഇതിൽ സ്മോൾ സൈസും ഉണ്ട്, ലാർജ് സൈസും ഉണ്ട്. അത് കൂടാതെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ USB കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ USB ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കവറിനകത്തുള്ളത്. എന്തായാലും ഈ സാധനം നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചുവന്ന 2 ലൈറ്റ് അവിടെ കത്തിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലൊരു ബ്ലൂ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇതിങ്ങനെ കൊണ്ടുപോയാൽ മതി. നേരെ ഇതിനകത്തിരുന്ന് ചാർജ് ആയിക്കോളും. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതെടുത്ത് ചെവിയിലേക്ക് വെക്കുകയും ചെയ്യാം. ഞാനപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഫുൾ ചൈനീസിലാണെങ്കിലും നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് കംപ്ലീറ്റ് വായിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ മനസ്സിലായി. നമുക്ക് ഇതിൻ്റെ മുകളിൽ 2 സ്വിച്ചുകളുണ്ട്. ഇതിലൊരു സ്വിച്ചുണ്ട്, ഇതിൽ ഒരു സ്വിച്ചുണ്ട്. ഈ 2 സ്വിച്ചുകളും പ്രസ് ചെയ്താണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ലോങ് പ്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വിച്ച് ഓൺ ആവും. സ്വിച്ച് ഓൺ ആയിട്ട് ഇതിനകത്ത് നിങ്ങൾക്കിപ്പോൾ കാണാം 2 ലൈറ്റ് കത്തുന്നുണ്ട്, റെഡും വൈറ്റും ബ്ലിങ്ക് ചെയ്ത് കത്തുന്നുണ്ട്. ഇത് ബ്ലൂടൂത്തിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് കണക്റ്റ് ആയിക്കോളും. ഇതിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ഇത് പവർ ഓൺ ആകുന്നത്, പവർ ഓഫ് ആക്കുന്നതും. ഇനി ഇതിൽ നമ്മൾ കോള് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോള് കണക്റ്റ് ആവും. ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോള് ഡിസ്കണക്റ്റ് ആവും. അതുപോലെ തന്നെ അവർ പറയുന്നത് കോള് വരുന്ന സമയത്ത്, കോള് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിതിൽ സിംഗിൾ പ്രസ്സും ഡബിൾ പ്രസ്സും ഒക്കെ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കോള് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഐഡിയൽ ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് 2-3 സെക്കൻഡ് വെക്കുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് ഓൺ ആവും. പിന്നെ മാത്രമല്ല നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ സിംഗിൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാട്ട് പോസ് ചെയ്യാനും വീണ്ടും ഓണാക്കാനും ഒക്കെ പറ്റും എന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഈ സാധനം ഞാൻ കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കുകയാണ്. ഇത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം എത്ര ദിവസം ഇത് ചാർജ് നിൽക്കുന്നുണ്ട്, എത്രത്തോളം ഇതിൻ്റെ കണക്ടിവിറ്റി ഓക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പെട്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ ചേർത്ത് നിങ്ങളടുത്ത് പറഞ്ഞു തരാം. ഗൈസ്, അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ
ഐറ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫീഡ്ബാക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാനിത് ചാർജ് ചെയ്തിട്ട് എത്ര ദിവസം ചാർജ് നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5 ദിവസമാണ് ഈ ബോക്സിൻ്റെ ചാർജ് നിന്നത്. അതായത് ഒരു ദിവസം വൈകിട്ട് ചാർജ് ചെയ്തു, തൊട്ടടുത്ത 2 ദിവസങ്ങൾ, അതിൻ്റെ 3ാമത്തെ ദിവസം ഉച്ചയായപ്പോഴത്തേക്ക് ഈ ബോക്സിൻ്റെ ചാർജ് തീർന്നു. ഇനിയും ഈ ഇയർ ബഡിൻ്റെ ചാർജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ് ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞ് നമ്മളൊരു ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീരും. ഒരു 3 മണി 4 മണി റേഞ്ചിലൊക്കെ ആകുമ്പോൾ തന്നെ ഒരു 40%ഓളം ചാർജ് ഇതിന് കുറയും. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കോളുകളൊക്കെ ഇത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ദിവസം ഒക്കെ മാത്രമേ ഇതിൽ ചാർജ് നിൽക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് കഴിഞ്ഞിട്ട് അന്നേരം നമ്മൾ തിരിച്ച് ഇതിനകത്ത് എടുത്ത് ഇങ്ങനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചാർജ് ചെയ്യാൻ തുടങ്ങിക്കോളും. ചാർജ് ചെയ്ത് ഇത് ഫുൾ ചാർജായിട്ട് നിന്നുകൊള്ളും. ഞാനിത് സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇതിനാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമേ നിൽക്കത്തുള്ളൂ. ഇത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 3.5 ദിവസം വരെ നിൽക്കത്തുള്ളൂ. ഈ ചാർജിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെഡ്സെറ്റാണിത്. IV35 എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് മുകളിലായിരുന്നു ഇതിൻ്റെ വില വരുന്നത്. ഐവോൺ IV35 എന്ന് പറയുന്ന ഒരു ഹെഡ്സെറ്റാണ്. ഇതിലെനിക്ക് ഒരാഴ്ചയ്ക്ക് മേളിൽ ചാർജ് നിൽക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് മേളിലെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണോ യൂസ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ ഇതും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് ഒരാഴ്ചയ്ക്ക് മേളിൽ ചാർജ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാനിതിൽ കണ്ട നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഒരു പാർക്കർ പെന്നിൻ്റെ വില മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഒരു പേനയുടെ വില മാത്രമുള്ള ഈ ഒരു സാധനം എത്രത്തോളം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തന്നെ ഞാൻ പറയും. കുഴപ്പമില്ല എന്ന് തന്നെയല്ല, വാല്യൂ ഫോർ മണി എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതിൻ്റെ വില വരുന്നത് 650 രൂപയാണ്, 650 റുപ്പീസ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല സാധനം തന്നെയാണ്. പിന്നെ MIയുടെ ഇയർബഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വിലയാണ് ഇതിന്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളും ഇതിനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് ഇതിൻ്റെ കണക്ടിവിറ്റി ഇഷ്യൂ ആണ്. അതായത് ഞാൻ ഒരു ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫോണിലേക്ക് എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പല രീതിയിൽ നോക്കി. ഫോണും മാത്രമല്ല, ലാപ്ടോപ്പ് ആണെങ്കിലും മറ്റേത് ഡിവൈസ് ആണെന്ന് പറഞ്ഞാലും ഒരു ഡിവൈസിൽ ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം രണ്ടാമത്തെ ഡിവൈസിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതേ സമയത്ത് ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റ് എ ടൈം 2 ഡിവൈസ് വരെ കണക്ട് ചെയ്യാം. അത് 2 ഫോണാണെങ്കിലും ശരി, ഒരു ഫോണും ഒരു ലാപ്ടോപ്പും ആണെങ്കിലും ശരി, എനിക്ക് 2 ഡിവൈസിൽ ഒരേ സമയത്ത് എനിക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് ബ്ലൂടൂത്ത് 5 ആണ്. അതുകൊണ്ട് തന്നെ 2 ഡിവൈസ് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ട്. 2 ഡിവൈസിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇനി മറ്റൊരു നല്ല കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടാൽ അപ്പോൾ തന്നെ ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങും. ചാർജ് ചെയ്യാൻ തുടങ്ങുക മാത്രമല്ല, ഇത് ഫുൾ ചാർജ് ആയിക്കോളും. നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന ആ നിമിഷം തന്നെ ഇത് കണക്ട് ചെയ്യാൻ നോക്കും നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട്. നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഇതെടുത്ത് ചെവിയിലേക്ക് വെക്കുന്ന ഈ ഒരു സമയം കൊണ്ട് ഇത് ഫോണുമായിട്ട് കണക്റ്റ് ആവും. ഇപ്പോൾ എനിക്കൊരു കോൾ വരികയാണെങ്കിൽ അപ്പം തന്നെ എനിക്ക് ഇതെടുത്ത് ചെവിയിലേക്ക് വെച്ചിട്ട് കോൾ എടുത്താൽ മതി. കോൾ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സമയം കൊണ്ട് ഇത് കണക്റ്റ് ആവും. കണക്ടിവിറ്റി നല്ല ഫാസ്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് പുറകിലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, നമ്മൾ ഇത് ചെവിയിൽ നിന്ന് ഊരി എടുത്തിട്ട് തിരിച്ച് ഇതിനകത്തേക്ക് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വെക്കുന്ന ആ നിമിഷം തന്നെ നമ്മുടെ ഫോണുമായിട്ട് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. അതായത് നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഫോണിൽ നിന്ന് കേൾക്കാൻ പറ്റും. ചില സമയത്ത് നമ്മളിത് അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അതിൽ ബെല്ലടിച്ചാൽ കേൾക്കത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് മറ്റൊരു പ്രശ്നമുള്ളത്. അതായത് ഈ ഒരു ഡിവൈസ് ഞാൻ കണക്റ്റഡ് ആണെങ്കിൽ ബെല്ലടിക്കുമ്പോഴും മെസ്സേജ് വരുമ്പോഴും എല്ലാം ഫോണിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ മാത്രമേ എനിക്ക് മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇത് ഞാൻ ചെവിയിൽ വെക്കാതെ താഴെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് ഇതുപോലെ ഇട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവും. ഫോണിൽ നിന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കേൾക്കാനും പറ്റും. പിന്നെ സംഭവം ഒക്കെയാണ്. എൻ്റെ ഇന്ന്
രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് താഴെ പോയി, ചെവിയിൽ നിന്ന് താഴെ പോയി, എന്നിട്ടും കുഴപ്പമൊന്നും പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഡ്യൂറബിലിറ്റി ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഇത് ചെവിയിലേക്ക് വെക്കുന്നത് ഓക്കെയാണ്, വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവിടെ ഇരുന്നോളും. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. കാരണം കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പല സമയത്തും എൻ്റെ ചെവിയിൽ നിന്ന് ഇത് ഊരി താഴെ പോയിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഫിറ്റാണ് എന്ന് പറയത്തില്ല. ഈ ഒരു ഡിസൈൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിനേക്കാളും നല്ലത് എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ താഴോട്ട് നീണ്ടിരിക്കുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പീസ് മാറ്റി ഇതിനെ കുറച്ച് ചെറുതോ വലുതോ ഒക്കെ ഇട്ട് നോക്കാം. പിന്നെ നല്ലവണ്ണം ചെവിക്കകത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇരുന്നോളും, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് എനിക്കത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല നല്ലവണ്ണം ചെവിക്കകത്തോട്ട് കയറ്റി വെക്കുന്നത്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് വലിയൊരു വോയിസ് ആയിട്ടൊന്നും നമുക്ക് കേൾക്കാനില്ല. കുറച്ച് സൗണ്ട് കുറവാണ് കമ്പാരിറ്റീവ്ലി മറ്റ് ഡിവൈസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ. ആ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മാത്രമല്ല ചെറിയൊരു പറപ്പറപ്പും ഒക്കെ ഉണ്ട് സൗണ്ട് സംസാരിക്കുന്ന സമയത്ത്. സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഓക്കെ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം ചെറിയ ബാസൊക്കെ ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി മറ്റു കാര്യം സോണിയുടെ ഡിവൈസൊക്കെ യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ആലോചിച്ച് നോക്കണം. സോണിയുടെയൊക്കെ ഞാൻ പറഞ്ഞത് വയർലെസ് ഹെഡ്സെറ്റാണ്. അതിന് ഏകദേശം 5000 എബോവ് വില വരുന്നതാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 650 രൂപ മാത്രം വിലയുള്ള സാധനമാണിത്. അതുകൊണ്ട് അത്രയൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ. ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ മൈക്കാണ്. മൈക്ക് എന്ന് പറയുമ്പോൾ ഇതിന് ഇവിടെ ആയിട്ട് 2 എണ്ണത്തിൽ മൈക്കുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു മൈക്ക് മാത്രമേ അറ്റ് എ ടൈം കണക്റ്റ് ആവത്തുള്ളൂ. അതായത് ഒരെണ്ണം മാസ്റ്റർ മൈക്കായിട്ട് മറ്റേത് സ്ലേവ് മൈക്കായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് 2 മൈക്കിൽ നിന്നും സൗണ്ട് പിടിച്ചെടുക്കും. പക്ഷേ നോയിസ് ക്യാൻസലേഷൻ യൂസ് ചെയ്യാനായിട്ടാണ് ഇത് രണ്ടും കൂടെ സിങ്ക് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് മാത്രമേ എപ്പോഴും ഇതിൻ്റെ സൗണ്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ചില സമയത്ത് കണക്ടിവിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് പക്ഷേ എനിക്കിതിൽ നിന്നുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ പോലും ഒരാളെ കോൾ ചെയ്യുന്ന സമയത്ത് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാടിക്കയറി ഇത് ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അതെൻ്റെ 2 ഡിവൈസിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ലാതില്ല. പക്ഷേ ഒന്ന് കണക്റ്റ് ആയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ അതിനകത്ത് ഞാൻ കാണുന്നില്ല. ഇനി ഇത് ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ സിംഗിൾ ഫോൺ മാത്രം യൂസ് ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് മാത്രം വിളിക്കുന്ന ആളുകൾക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാണ്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കോ ഒന്നും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 ദിവസമേ ഉള്ളൂ. 2.5 ദിവസവും പ്ലസ് ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ 3 ദിവസം കൂട്ടിക്കും. 3 ദിവസം മാത്രമേ ഇതിനകത്ത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് നിൽക്കത്തുള്ളൂ. സാധാരണഗതിയിൽ ഒരാഴ്ചയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുകളിലൊക്കെ ബാറ്ററി ബാക്കപ്പ് നിൽക്കേണ്ടതാണ്. മാത്രമല്ല ഒരുപാട് നമുക്ക് ശരീരമനങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചെവിയിൽ നിന്ന് ഊരി താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ തന്നെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാർജൊക്കെ ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഋഷു എബ്രഹാം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.